ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പോർക്ക് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നല്ല രീതിയിൽ ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ മറ്റു ഇൻഗ്രീഡിയൻസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. കടുക് ഇപ്പം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില ചേർത്ത് കൊടുത്ത് കറിവേപ്പില ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കാന്താരി മുളക് ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പോർക്ക് കറിക്ക് നല്ലൊരു രുചി കിട്ടുന്നതിന് കാന്താരി മുളക് നല്ലതാണ്. ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 ഉണ്ട വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് പോർക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഇത് നല്ല മൂത്തൊന്ന് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. തേങ്ങയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി ആവശ്യത്തിന്, സവാള ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി എടുക്കാം. ഒന്ന് വഴന്നു വരുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ബീഫിന് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മസാല കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നല്ല മുളക്, ഗരം മസാല, മുളക് പൊടി ഇതൊക്കെ ചേർത്താണ് ഞാൻ വേവിച്ചെടുത്തേക്കുന്നത്. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. കറിവേപ്പില ചേർക്കാൻ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കറി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നെയ്യ് മുകളിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നെയ്യ് ഇതിൽ നിന്ന് മാറ്റാവുന്നതാണ്. അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി എന്തെങ്കിലും മസാലകൾ വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം.
അങ്ങനെ വളരെ രുചിയേറിയ കാന്താരി മുളകിട്ട പോർക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോർക്ക് കറി വേണമെങ്കിൽ നല്ല രീതിയിൽ പറ്റിച്ച് ഇതുപോലെ റോസ്റ്റാക്കി എടുക്കാൻ പറ്റും. ഒരു അടികട്ടിയുള്ള ഇരുമ്പേട്ടിയോ പാനോ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്.